ഡോക്ടർ ടോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജേക്കബ് ജോർജ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കിഡ്നി ഡിസീസസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം പറഞ്ഞു. ഡയബറ്റിക് കാരണം അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങൾ കാരണവും കിഡ്നി ഫെയിലിയർ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചോദിക്കാനുള്ളത്, നമുക്ക് വേറെ എന്തെങ്കിലും, അതായത് നമ്മൾ അറിയാതെ വരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്ക് ഇന്ന രോഗം വന്നിട്ടാണ് ഇന്നത് വന്നത് എന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ എന്തൊക്കെ സംഭവിച്ച് നമുക്ക് കിഡ്നി ഡിസീസസ് വരാം? ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഡാമേജ് വന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന വൃക്ക രോഗമുണ്ട്, പക്ഷെ നമുക്ക് ചോദിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് ഡയബറ്റീസ് ഇല്ല, ബ്ലഡ് പ്രഷർ ഇല്ല, ഗ്ലോബൽ നെഫ്രൈറ്റിസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ സംശയം വരും എന്തുകൊണ്ടാണ് ഈ കിഡ്നിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ആഹാരക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്ലൂ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് അത് ചോദിച്ചാലൊന്നും പിടി കിട്ടത്തില്ല. നമുക്ക് ബയോപ്സി ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെന്തോ വേറൊരു അസുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ടോക്സിൻസ് ഒരു വളരെ ഒരു കോമൺ തിങ് ആണ് ഈ കിഡ്നി വൃക്ക തകരാറ് വരുന്നത്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവത്തില്ല, അവർ പറയത്തുമില്ല. ടോക്സിൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ വരുന്നത്? ഈ ടോക്സിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം സാധാരണ നമ്മൾ കഴിക്കുന്ന ടോക്സിൻ ആകാം, പിന്നെ ചിലപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് വരുന്ന ടോക്സിൻ ആകാം, പിന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ചിലപ്പോൾ ടോക്സിൻസ് ഉണ്ടാവാം. അത് എൻഡോജിനസ് ടോക്സിൻസ് ആണ്. ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ടോക്സിൻസ്. അത് ഒന്നൊരു ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിന് മയോഗ്ലോബിനാണ് സാധാരണ ശരീരത്തിനുണ്ടാകുന്ന ടോക്സിൻ. അത് സാധാരണ അത് രക്തത്തിലോട്ട് വരത്തില്ല. ഈ ഹീമോഗ്ലോബിന് ബ്ലഡ് സെല്ലിനകത്ത്, റെഡ് ബ്ലഡ് സെൽസിനകത്താണ്. അതാണ് ഈ രക്തത്തിന് ചുമന്ന കളർ കൊണ്ടുവരുന്ന ഒരു പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. നോർമലി അത് സെൽസിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അത് പ്രശ്നമൊന്നും ചെയ്യത്തില്ല, അദ്ദേഹത്തിന്റെ ഗുണമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഈ ബ്ലഡ് സെൽ റപ്ചർ ചെയ്യുവാണെങ്കിൽ ഈ ഹീമോഗ്ലോബിന് ബ്ലഡ് സ്ട്രീമിലോട്ട് വരും. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ പിന്നെ ഈ ഹീമോഗ്ലോബിൻ വന്ന് വൃക്കയിലോട്ട് വന്ന് ഹീമോഗ്ലോബിൻ വരും. അപ്പോൾ മൂത്രത്തിൽ ചിലപ്പം ചുമന്ന കളറോ കറുപ്പ് നിറത്തിലൊക്കെ ആയിരിക്കും കളർ വരുന്നത്. അപ്പോൾ ഇത് വൃക്കയ്ക്ക് ഡാമേജ് വരുത്താം. ഈ ഹീമോഗ്ലോബിൻ ഈ ഹീമോളിസിസ് വരുന്നത് ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൊണ്ട് വരാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഫെക്ഷൻ മലേറിയ, ഫാൽസിപ്പേറിയം മലേറിയ. ഇത് പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ തന്നെ മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ അവിടെ പോയി മലേറിയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ നോട്ട് ചെയ്യാറുണ്ട് മൂത്രത്തിൽ കറുപ്പ് നിറം അല്ലെങ്കിൽ ഒരു ചുമ നിറം. പിന്നെ ടെസ്റ്റ് നോക്കുമ്പോഴാണ് വൃക്കയ്ക്ക് ഡാമേജ് വരുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന മൂത്രത്തിലേക്ക് ഹീമോഗ്ലോബിൻ്റെ അംശം കൂടുതലാണ്. പിന്നെ ചിലത്തരം മരുന്നുകൾക്കും ഈ ഹീമോളിസിസ് വരുത്താം. പിന്നെ ചിലത്തരം പറഞ്ഞ അസുഖങ്ങൾ, ഹീമോളിറ്റിക് യൂറിമിക് സിൻഡ്രോം, അങ്ങനത്തെ കോംപ്ലിമെന്റ് പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ തന്നെത്താനെ ബ്ലഡ് അങ്ങ് റപ്ചർ ചെയ്യും. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ബ്ലഡിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ മൂത്രത്തിൽ കളർ വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ മൂത്രത്തിൽ കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സംശയമായിരിക്കും, ഈ കളർ വന്നത് കിഡ്നിയുടെ അസുഖം കൊണ്ടാണോ. പിന്നെ ആ ചോദിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ബോഡിക്കകത്തുണ്ടായിരുന്ന ഹീമോഗ്ലോബിൻ കൊണ്ട് വന്ന പ്രശ്നമാണ്. പിന്നെ മയോഗ്ലോബിനും മസിലിനകത്ത് ഇരിക്കുന്ന ഒരു പിഗ്മെന്റ് ആണ്. അത് സാധാരണ മസിലിനകത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഈ മസിൽ ഇഞ്ചറി വരുമ്പോഴത്തേക്ക് ഈ പിഗ്മെന്റ് വന്ന് ബ്ലഡിലോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കിഡ്നി ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ മയോഗ്ലോബിൻ വന്ന് കിഡ്നിക്ക് ഡാമേജ് വരുത്താം. അപ്പോൾ ഈ മയോഗ്ലോബിൻ സാധാരണ വരുന്നത് മസിൽ ഇഞ്ചറി വരുമ്പോഴാണ്. നമ്മൾ ഈ സാധാരണ കൂട്ടും എക്സസൈസ് ചെയ്യാത്ത ആൾ പെട്ടെന്ന് ഒരു മാരത്തൺ റേസിന് പോവുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം ഈ റേസ് കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് മൂത്രത്തിന് അളവ് കുറയും. മൂത്രം നോക്കുമ്പോഴത്തേക്ക് മൂത്രത്തിന് കളർ വ്യത്യാസം വരിക, അങ്ങനെ വരാം. പിന്നെ ചിലപ്പം ഈ ജന്നി, ഈ സീഷേഴ്സ് അങ്ങനെ വരുമ്പോഴത്തേക്ക് കണ്ടമാനം സീഷേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ട് അതിന് മസിൽ ഇഞ്ചറി വന്നിട്ട് അതിന് മയോഗ്ലോബിൻ പ്രശ്നം വരാം. അപ്പോൾ ഇതാണ് സാധാരണ ദേഹത്തിലുണ്ടാവുന്ന എൻഡോജീനസ് ടോക്സിൻസ്. ഇതുകൊണ്ടാണ് സാധാരണ വലിയ ആൾക്കാരിലാണോ? പിള്ളേർക്കും വരാം. ഇപ്പം പിള്ളേർ തന്നെ നമ്മളിപ്പോൾ ഈയിടെ കണ്ട ഞാനൊരു കൊച്ച് ഇപ്പം സ്കൂളിൽ ഒരു പണിഷ്മെന്റ് ആയിട്ട് സ്കൂളിൽ ചെയ്തില്ല, കുസൃതി പണി ചെയ്തു, അപ്പം ഇങ്ങനത്തെ അത്തം വെക്കുക. അപ്പോൾ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മസിൽ, സാധാരണ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഈ കൂടുതൽ ഈ മസിൽ അത് കുറക്കാൻ ഒരു 10, 20, 50 ചിലപ്പോൾ കളിക്ക് വേണ്ടി പിള്ളേർ തന്നെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സാധാരണ ചെയ്യാത്ത ഒരു എക്സസൈസ് പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവരും പിന്നെ നോക്കുമ്പോഴത്തേക്ക് മസിൽ ഇഞ്ചറി വന്നിട്ട് പിന്നെ അടുത്ത ദിവസം ചിലപ്പോൾ മൂത്രത്തിൽ ചിലപ്പോൾ ഈ കളർ കണ്ടെന്ന് വരാം, മൂത്രത്തിന്റെ അളവ് കുറയും. അപ്പോഴാണ് അവർക്ക് പേടി വരുന്നത്. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് കിഡ്നിക്ക് ചെറിയ ഡാമേജ് ആയെന്ന്. ഓക്കെ. ഡോക്ടർ, അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ചില പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ചില ഇത് കടിച്ചോ ഒക്കെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എക്സോജിനസ് ടോക്സിൻസ് ആണ്. ഈ എക്സോജിനസ് ടോക്സിൻസ് പല തരത്തിലുണ്ട്. ഒന്ന് മാഡം പറഞ്ഞ മാതിരി പ്ലാന്റ്സിനകത്തുള്ള ടോക്സിൻസ്, പിന്നെ കടിച്ചു വരുന്ന ടോക്സിൻസ്, പിന്നെ ഹെവി മെറ്റൽസും ഒരു ഇമ്പോർട്ടന്റ് ടോക്സിൻ ആണ്. സ്നേക്ക് ബൈറ്റ് ആണ്. സ്നേക്ക് ബൈറ്റ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് വെച്ചാൽ സ്നേക്ക് ബൈറ്റ് പല പാമ്പുകളിൽ നമ്മൾ ഏറ്റവും സാധാരണ പാമ്പ് വിഷം നമ്മൾ പറയുന്നത് മൂർക്കൻ കടി,
കോബ്ര ബൈറ്റ് കൊണ്ട് സാധാരണ ഇങ്ങനത്തെ ഈ കിഡ്നി ഇഞ്ചറി വരത്തില്ല. അത് സാധാരണ നെർവ് ഇഞ്ചറിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, തളർന്ന് വരിക, കണ്ണ് അടഞ്ഞു പോകും, ടോസിസ് എന്ന് പറയും. പക്ഷേ ഈ വൈപ്പർ ബൈറ്റും പിന്നെ ഈ ക്രേറ്റ് അങ്ങനത്തെ ആണെങ്കിൽ അത് ഈ ബ്ലഡ് സെല്ലിനെ റപ്ചർ ചെയ്യാം. അപ്പം അതിന് ഹീമോളിസിസ് വരാം, പിന്നെ അതിൻ്റെ മറ്റേ ബ്ലഡ് പ്രഷർ കുറയാം. അപ്പം അത് ഈ വെനം, സ്നേക്ക് വെനം കൊണ്ടുവരുന്ന ഒരു ടോക്സിനാണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ ഇവിടെ അപൂർവമായിട്ട് സീ സ്നേക്ക്, കടലിലേക്ക് പോകുന്ന ഫിഷർമെനിൽ കാണുന്നത്, അത് നമ്മുടെ നെറ്റ് മറ്റേ മീൻ പിടിക്കുന്ന വലയ്ക്കകത്ത് ഈ പാമ്പുകൾ, ഈ സീ സ്നേക്ക്, അത് കടിച്ചാൽ മസിൽ ഇഞ്ചറിയാണ് വരുന്നത്. അത് റാബ്ഡോമൈലേസാണ് വരുന്നത്. അപ്പം അതും ഒരു ആനിമൽ ടോക്സിൻ. ഈ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സ് നമ്മൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കത്തില്ല. നമ്മൾ ഈ പ്ലാന്റ്സിനകത്ത് ഇങ്ങനെ ടോക്സിൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈയിടയ്ക്ക് കണ്ടുവരുന്ന ഒത്തിരി ഇരുമ്പൻ പുള്ളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക സാധാരണ ഉപയോഗിക്കുന്നത് എല്ലാം നമ്മുടെ വീട്ടിലെ പറമ്പിലേക്ക് കാണും. അപ്പം ഒരാൾക്ക് ഒരു കാരണമുണ്ട്, ചിലവർക്ക് ഈ പുളിഞ്ചിക്ക ജ്യൂസായിട്ട് കുടിക്കുവാണെങ്കിൽ ദേഹത്തിലെ കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു വരും. അപ്പം കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ അവർ പറയും നമുക്ക് ഈ അലോപ്പതി മെഡിസിനൊട്ടും പോകണ്ട, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, നമ്മളിത് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടും. അപ്പോൾ ഈ പുളിഞ്ചിക്ക 1-2 പുളിഞ്ചിക്ക കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ചിലപ്പം ഒരു 20-50 പുളിഞ്ചിക്ക അവർ മിക്സിയിൽ അടിച്ച് ജ്യൂസായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുടിക്കും. അപ്പോൾ ഈ പുളിഞ്ചിക്കകത്ത് ഈ ഓക്സലേറ്റ് ആണ് ഉള്ളത്, ഓക്സലേറ്റ്. അപ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മളത് കുടിക്കുമ്പോഴത്തേക്ക് പിന്നെ അവരെയൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല പേര് നമ്മൾ ആശുപത്രി വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിഡ്നി ഡാമേജ് ആണ്. നമുക്കപ്പോൾ ചോദിച്ചവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഡാമേജ് വന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ കിഡ്നി ബയോപ്സി, നമുക്ക് അറിയാത്ത കിഡ്നിയുടെ അസുഖം വന്നത് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കിഡ്നി ബയോപ്സി ചെയ്യുമ്പോഴാണ് ബയോപ്സിക്കകത്ത് കിഡ്നിക്കകത്ത് നിറച്ച് ഓക്സൈഡ് ക്രിസ്റ്റൽ. പിന്നെയാണ് നമ്മൾ അവർ പോയി ചോദിക്കുന്നത് എങ്ങനെ ഈ ഓക്സൈഡ് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും കഴിച്ചോ എന്തെങ്കിലും. പിന്നെ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഈയിടയ്ക്ക് ഇരുമ്പൻപുള്ളിയുടെ ജ്യൂസ് കുടിച്ചു. അപ്പോൾ അതൊരു കോൺട്രോസിനാണ്. പിന്നെ അതിൽ ചിലതരം കുക്കുംബേഴ്സ്, ഈ കുക്കുംബർ, ഈ സ്റ്റാർ കുക്കുംബർ, അതിനെല്ലാം ഈ ഓക്സലേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ഈ നമ്മുടെ ഡോബീസൊക്കെ ഉപയോഗിക്കുന്ന ഈ ഷർട്ടിനകത്ത് വയ്ക്കുന്ന ഈ മാർക്കിംഗ് നട്ട് എന്ന് പറയും. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഡോബീസിനെ കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഷർട്ടിലേക്ക് ഒരു മാർക്ക് ഇടും കോളറിൻ്റെ അവിടെ. അപ്പോൾ അവർക്കറിയാം ഇന്ന തുണി ഇന്ന ആളുടെ ആണെന്ന്. അപ്പോൾ അതൊരു മാർക്കിംഗ് നട്ട് എന്ന് പറയാം. എനിക്ക് ബൊട്ടാനിക്കൽ നെയിം സെമി കാർബസ് അനാകാർഡിയ. ഇതും അറിയാതെ ചിലപ്പം പിള്ളേരൊക്കെ അറിയാതെ ഈ സെമി കാർബസ് ആയിട്ട് കഴിച്ചാലും അതിനകത്തും ഈ കിഡ്നിക്ക് ഡാമേജ് വരുന്നത് ഒരു പ്ലാന്റ് ടോക്സിൻ ആണ്. അത് അറിയത്തില്ല. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ യൂസ് ചെയ്യുന്ന ക്രീംസിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് വരുന്നുണ്ട്. കറക്റ്റാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വൈറ്റനിങ്, ഫേസ് വൈറ്റനിങ് ക്രീംസ്. നമ്മളിപ്പം പൊതുവേ നമ്മൾ പിമ്പിൾസിനുള്ള ക്രീംസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഫീലിംഗ് ഉണ്ട് നമുക്ക് വെളുത്ത് കോംപ്ലക്ഷൻ ആണ് നല്ലത്. അപ്പം കോളേജ് പിള്ളേർക്കൊക്കെ അപ്പം നെറ്റിൽ നോക്കും ഇങ്ങനത്തെ ഫേസ് വൈറ്റനിങ് ക്രീംസ് വല്ലതും നെറ്റിൽ കിട്ടുമോ എന്ന് നോക്കുമോ. അപ്പോൾ അവർ ഇത് ഭയങ്കര ലാഭമാണല്ലോ. അപ്പോൾ അവരിപ്പോൾ ഇത് വാങ്ങുമ്പോഴത്തേക്ക് അത് കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പോൾ ഈ മെർക്കുറി കാണും. ഈ മെർക്കുറി ഒരു എക്സോജിനസ് ടോക്സിനാണ്. അപ്പോൾ ഈ മെർക്കുറി എടുത്താലും അതും വൃക്കയ്ക്ക് ഡാമേജ് വരാം. അപ്പം ഈ ഫേസ് ക്രീം മാത്രം പറ്റിയാൽ മതി. ചിലപ്പോൾ നമുക്ക് നോക്കാം, ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും കാലിൽ നീര് വരാം. മൂത്രത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കാം. അപ്പോൾ കിഡ്നി ബയോപ്സി ചെയ്യുമ്പോഴത്തേക്ക് ഒരു മെംബ്രെയിനസ് നെഫ്രോപ്പതി എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പോൾ പണ്ട് നമുക്ക് മെംബ്രെയിനസ് നെഫ്രോപ്പതി നമുക്ക് തന്നെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മെംബ്രെയിനസ് നെഫ്രോപ്പതി വന്നത്. പിന്നെ ഈയിടയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഫേസ് മെർക്കുറി ക്രീം, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മെർക്കുറിയുടെ ലെവൽ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ മെർക്കുറി ഫേസ് ക്രീം മാത്രമല്ല, നമ്മൾ പണ്ട് മെർക്കുറി ഒരു മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കുമായിരുന്നു. ഒരു ഡയൂറിറ്റിക്ക്, മൂത്രം പോകാൻ വേണ്ടി മെർക്കുറി ഉപയോഗിക്കും. പിന്നെ നമ്മുടെ നാച്ചുറോപ്പതി, അലോപ്പതിക്കകത്തൊക്കെ ചിലപ്പം കുറച്ച് മെർക്കുറിയൊക്കെ ചേർക്കും. ഈ സോറിയാസിനൊക്കെ അവർ മെർക്കുറി കണ്ടെയ്ൻ സാധനം. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം കഴിച്ചു, പക്ഷേ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അത് വെച്ച് ലിവർ ഡാമേജ് വരാം, കിഡ്നിക്ക് ഡാമേജ് വരാം. അതുകൊണ്ട് നമ്മളിപ്പം മെർക്കുറി നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒന്ന് തെർമോമീറ്ററിനകത്ത് മെർക്കുറിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ BP അപ്പാരറ്റസിനൊക്കെ മെർക്കുറിയാണ്. അപ്പോൾ ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അറിയാതെ ഈ തെർമോമീറ്റർ എടുത്ത് കളയണമെങ്കിൽ ആ മെർക്കുറിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ മെർക്കുറി നമ്മൾ മഴ പെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം വെള്ളത്തിനകത്തങ്ങ് വരും. ചിലപ്പോൾ കിണർ വെള്ളമാണെങ്കിൽ ചില അതിനകത്ത് മെർക്കുറി ടോക്സിൻസ് വരും. അപ്പോൾ നമ്മൾ അറിയാതെ കുടിക്കുമ്പോഴത്തേക്ക് മെർക്കുറി നമുക്ക് അറിയാതെ മെർക്കുറി നമ്മുടെ ബോഡിയിൽ കയറും. അതുകൊണ്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിലേക്ക് അവർ മെർക്കുറി BP അപ്പാരറ്റസ് ഒക്കെ മാറ്റി ഇപ്പം അനറോയ്ഡ് BP അപ്പാരറ്റസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തെർമോമീറ്റർ തന്നെ ഡിജിറ്റൽ തെർമോമീറ്റർ അവരെല്ലാം പറഞ്ഞ് മെർക്കുറി ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ലെഡും ഒരു ടോക്സിക് സബ്സ്റ്റൻസ്. ലെഡ് പണ്ട് നമ്മളെ ലെഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബാറ്ററിയും കാർ ബാറ്ററിക്കകത്തൊക്കെ ലെഡ് ഉണ്ട്.
അപ്പം അതായത് നമ്മളിപ്പം കാർ ബാറ്ററി നമ്മൾ ഡൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ കടക്കാരത്ത് പോകുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾ പുതിയ ബാറ്ററി വെച്ച് തരാം, പക്ഷേ ഈ പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കും. അപ്പോൾ അവരൊരു 100 രൂപ അങ്ങോട്ട് തരും. പക്ഷെ അതൊരു ഇൻസെൻറ്റീവാണ്. കാരണം നമ്മൾ ഈ പഴയ ബാറ്ററി നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും കളയുവാണെങ്കിൽ ആ ബാറ്ററിക്ക് അത് ഭയങ്കര ലെഡാണുള്ളത്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴത്തേക്കൊക്കെ ഈ ലെഡ് മണ്ണിനകത്ത് കയറും, പിന്നെ കിണറോ വെള്ളം കണ്ടാമിനേഷൻ വരാം. അപ്പോൾ ഈ ലെഡ് കൊണ്ട് ടോക്സിറ്റി വരും. അതുകൊണ്ടാണ് എല്ലാവരും ഈ പഴയ ബാറ്ററിയൊക്കെ അവർ തിരിച്ചെടുക്കുന്നത്. അതുപോലെ ലെഡ് പഴയ പെട്രോളിനകത്ത് പണ്ട് നമ്മൾ അൺലെഡഡ് പെട്രോൾ, ഇപ്പോഴാണ് അൺലെഡഡ് പെട്രോൾ, പണ്ട് ലെഡുള്ള പെട്രോളായി. അപ്പോൾ ആ ലെഡ് കൊണ്ട് പെട്രോൾ ഇത് ടോക്സിറ്റി വരും. പിന്നെ പെയിന്റ്, വീട്ടിലെ പെയിന്റ് ഒക്കെ അടിക്കുന്ന ആ പെയിന്റിനകത്തും ലെഡുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ചിലപ്പോൾ അറിയാതെ വന്ന് അതിലൊക്കെ പെയിന്റ് ഇടപ്പെടുത്തേക്ക് നല്ല രുചിയാണ്, അവർ ടേസ്റ്റ് വേണമെങ്കിൽ അതിന് ലെഡ് വരാം. പിന്നെ ചില ടോയ്സ്, ഇപ്പം ചൈനയിലൊക്കെ പണ്ട് നമ്മൾ ചൈനീസ് ടോയ്സ് ഒക്കെ അതിനകത്തൊക്കെ കുറേ ലെഡുണ്ട്. ഇപ്പം പിള്ളേർ അതെടുത്ത് വായിക്കകത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ലെഡ് ടോക്സിസിറ്റി വരാം. അപ്പോൾ ഇതാണ് യൂഷ്വലി എക്സോജീനസ് ടോക്സിൻ, ലെഡും മെർക്കുറിയൊക്കെയാണ് യൂഷ്വൽ ടോക്സിൻസ്. ഡോക്ടർ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്, നമ്മൾ എപ്പോഴും യൂഷ്വലി വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ നമുക്ക് വൃക്കയ്ക്ക് ഡാമേജ് വരുത്തും എന്നുള്ളതല്ലേ? ഓക്കെ, അത് നമ്മൾ പറഞ്ഞ നമ്മളിപ്പം തന്നെ നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ അൺഎക്സ്പ്ലെയിൻഡ് റീൽ ഫീൽ നമുക്ക് കാരണം കണ്ടു. അപ്പം നമ്മൾ ചോദിക്കുക, ഒന്ന് നമ്മളിപ്പം കൂടുതൽ എക്സസൈസ് വല്ലതും ചെയ്തോ, ഇങ്ങനെ ഈയിടയ്ക്ക് സാധാരണ ചെയ്യാത്ത മാതിരി പണി വല്ലതും ചെയ്തോ. ഈയിടയ്ക്ക് ഒരാൾ വന്ന് പുള്ളിക്കാരൻ ചോദിച്ചില്ല, പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ ഈയിടയ്ക്ക് വാഴ കൃഷിക്ക് പുള്ളിക്കാരൻ ഈയിടയ്ക്ക് ഒരു അരമണിക്കൂർ വാഴ, വേറെ സാധാരണ പണി ചെയ്യാത്ത ഒരാൾ വീട്ടിന് പറമ്പിൽ വാഴ കൃഷിക്ക് വേണ്ടി ചെയ്തപ്പോഴത്തേക്ക് പല ദിവസം ചെയ്തതാണ്. ഒരു 3-4 കുഴി എടുത്തു, വാഴ കൃഷി ചെയ്തു. പിന്നെ അടുത്ത ദിവസം പുള്ളിക്കാരൻ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൂത്രത്തിൻ്റെ അളവ് കുറവ്, പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്രിയാൻ കൂടുതൽ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സംശയം, ചെറിയ മസിൽ ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈയിടയ്ക്ക് എന്തെങ്കിലും കൂടുതൽ പണി എന്തെങ്കിലും ചെയ്തോ, കൂടുതൽ ഓട്ടത്തിന് സാധനം മാരത്തൺ ഇങ്ങനത്തെ റേസിനൊക്കെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ഈയിടയ്ക്ക് ഞാൻ പറമ്പിൽ കുറച്ച് പണി ചെയ്തു. അപ്പം അത് വെച്ച് തന്നെ മനസ്സിലായി ഇത് മയോഗ്ലോബിൻ കൊണ്ട് വന്ന കിഡ്നി ഇഞ്ചുറിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് അറിയാതെയാണല്ലോ ഈ ഒരു ടോക്സിൻസ് ഒക്കെ നമ്മുടെ ദേഹത്തോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് ഡോക്ടർ എടുക്കുന്നത്? നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്തോ ടോക്സിൻ ആണെന്ന്. ഇപ്പൊ തന്നെ നമ്മളിപ്പം ചില ടോക്സിൻസ് പെട്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ മസിൽ ഇഞ്ചുറി കൊണ്ട് വരുന്നത് അത് പെട്ടെന്ന് ക്രിട്ടിക്ക് വരുന്നത്. നേരെ വെച്ചാൽ ലെഡ് മെർക്കുറി സ്ലോ ടോക്സിൻസ് ആണ്. അത് ലെഡ് ടോക്സിൻ എന്ന് വെച്ചാൽ ഗ്രാജുവൽ വൃക്ക ഡാമേജ് കൂടി വരാം. നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ബ്ലഡിലെ ലെഡിന്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ക്രോണിക് ടോക്സിറ്റിക്ക് നമുക്ക് ബ്ലഡിലെ ലെഡ് കുറയ്ക്കാൻ വേണ്ടി മരുന്നുകൾ ഉപയോഗിക്കാം. ഡെസ്ഫറോക്സി കീലേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. പിന്നെ അതുപോലെ ഈ മെർക്കുറി ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്ന് മെർക്കുറി ടോക്സിസിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് താൽക്കാലികമായി ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 1-2 ആഴ്ച കിഡ്നി റിക്കവറി കിട്ടും. അതുപോലെ ഈ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും ഈ ടോക്സിൻസ് ഒക്കെ യൂഷ്വലി കിഡ്നി റിക്കവറി ഒരു 1 വീക്ക് 2 വീക്സിനകത്തൊക്കെ കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊരു താൽക്കാലികമായി മാത്രം ഡയാലിസിസ് ചെയ്ത് നമുക്ക് കിഡ്നി സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേക്ക് മൂത്രമുള്ള പെട്ടെന്ന് കൂടാൻ തുടങ്ങും, മൂത്രത്തിൻ്റെ കളർ കുറഞ്ഞു വരും, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഈ മസിൽ ഇഞ്ചുറി കൊണ്ടുവരുന്ന ഈ മയോഗ്ലോബിൻ അത് കിഡ്നി നമ്മൾ ഡാമേജ് വരുത്തുന്നത് മൂത്രം ആൽക്കലൈൻ pH ആകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഈ അസിഡിക് pHലാണ് കൂടുതൽ ഈ ടോക്സിസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ മൂത്രം ആൽക്കലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽക്കലി സോഡ ബൈകാർബണേറ്റും അങ്ങനെ സബ്സ്റ്റൻസ് മൂത്രത്തിൽ pH കൂടുവാണെങ്കിൽ ഈ ടോക്സിൻ കൊണ്ടുവരുന്ന വൃക്ക ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ തന്നെ ഇരിക്കണം അല്ലേ? ഓക്കെ, വളരെ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ ആയിരുന്നു നമ്മുടെ ജേക്കബ് ജോർജ് ഡോക്ടർ നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്തത്. എനിവേ ഡോക്ടർ, മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.